നമ്മുടെ വണ്ടിയെ മേടിച്ചപ്പോഴത്തേക്ക് നമ്മൾ സമ്മറിലാണ് മേടിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെയാണ് പുതിയ വണ്ടികൾ മേടിക്കുമ്പം ഏത് സീസണിലാണ് നമ്മൾ വണ്ടി മേടിക്കുന്നത് ആ സീസൺ അനുസരിച്ചുള്ള ടയറുകളായിരിക്കും ആ വണ്ടിയിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് സമ്മറിൽ മേടിച്ചപ്പോഴത്തേക്ക് സമ്മർ ടയറുമായിട്ടാണ് വണ്ടി വന്നത്. ഇതിപ്പോൾ നമ്മളൊരു ഡെലിവറി വണ്ടിയായിരുന്നു നമ്മൾ മേടിച്ചത്. അത് നമ്മൾ കൺവേർട്ട് ചെയ്താണ് ഇപ്പോൾ ഇത് കാരവാനാക്കിയത്. മാത്രമല്ല കാരവാനാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ കൊണ്ട് നോക്കി ഇതുപോലെ ഐസ് വീട് കിടക്കുമ്പോൾ ഇതുപോലെ ഐസ് ഈ കനത്തിൽ വീണ് കിടക്കുകയാണ്. കണ്ടോ? ഓ എൻ്റെ പൊന്നോ, എൻ്റെ ദൈവം എൻ്റെ കയ്യാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പരുവത്തിൽ ഐസ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ ക്യാമറ കൊണ്ട് നമ്മൾ പുറത്തല്ല ഇത് ക്യാരവാനും കൊണ്ട് പുറത്ത് പോകാമെന്ന് നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അത് കൺവേർട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ഈ വിൻ്ററിലേക്കും കൂടെ ഉള്ള ഇതായിട്ട് നമുക്ക് കൂട്ടി. അപ്പം അതിനുള്ള വിൻ്ററിലേക്കുള്ള ടയർ ഇവിടെ പ്രത്യേകമാണ്. നമ്മൾ സമ്മറിൽ ഉപയോഗിക്കുന്ന ടയറുമായിട്ട് വന്ന് വണ്ടി തെന്നിപ്പോവും. ഞാൻ വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിച്ചത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കിഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന് ടയർ മാറ്റുന്ന ആ രംഗമാണ് ഇപ്പോൾ കാണുന്നത്. പുതിയ ടയർ ഇപ്പോൾ ഇവിടെ എങ്ങും കിട്ടാനില്ല. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇപ്പോൾ മേടിക്കുന്നത് കേട്ടോ. അവിടെയൊക്കെ സ്വിറ്റ്സർലൻഡിലൊക്കെ ഭയങ്കര വിലയാണ് ഇതിന്. ഇതിപ്പോൾ 470 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ 470 യൂറോയ്ക്ക് എനിക്ക് സംഭവം കിട്ടി. അവർ മാറ്റിക്കൊണ്ടിരിക്കുക. അതേ നോക്കി നമ്മുടെ വണ്ടിയിൽ ടയർ ഇവിടെ വിൻ്റർ ടയർ അത് ഞങ്ങൾ മാറുകയാണ്. 215 75 പുതിയ ടയർ. ഓക്കെ ഇതുകൊണ്ട് വിൻ്ററിലേക്കുള്ളത് പ്രത്യേകം കട്ടിങ് ആണ് ഇതിൽ. കണ്ടോ നോക്കിയേ. ഇവിടെ ടയറുകൾക്ക് മാത്രമായിട്ടുള്ളൊരു കടയാണ്. ഇവിടെ കാണാൻ നോക്കി, ടയറുകൾ മാത്രമാണ് ഇവിടെ പരിപാടി ചെയ്യുന്നത്. വേറെ ഒന്നും വണ്ടിയുടെ ചെയ്യുന്നില്ല. ടയറുകൾ എടുക്കുന്നു, അതിൻ്റെ ടയർ അതിൻ്റെ ഇതില്ലേ ആലുഫൽഗൻ എന്ന് നോക്കി. കണ്ടോ? ഇപ്പോൾ ഒരു കണക്ക്